നമസ്കാരം കുഞ്ഞുങ്ങളെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റേറ്റ് സിലബസിലെ 4th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് യൂണിറ്റ് ആണല്ലേ. അവിടെ നമ്മൾ കുറേ യാത്രകളെക്കുറിച്ച് പഠിച്ചു. സങ്കല്പ യാത്രകളുടെ കൗതുകങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് യാത്ര പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളെ കാത്തിരിക്കുന്ന ചിലർ കാണും അല്ലേ. നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ ഒക്കെ യാത്ര പോകുമ്പോൾ നമ്മൾ തിരികെ വരുന്നത് വരെ നമ്മളെ കാത്തിരിക്കും അവർ. ആ കാത്തിരിപ്പിൽ അവരുടെ വേദന ഉണ്ടാകും. തിരിച്ചെത്തുന്നിടം വരെ അവർക്ക് ഉള്ളിലൊരാദി ഉണ്ടാകും. ആ കാത്തിരിപ്പിൻ്റെ വേദനയും അതിൻ്റെ നോവും ഒക്കെ എങ്ങനെയാണെന്ന് നമുക്കൊരു കവിതയിലൂടെ നോക്കിയാലോ. ഇതിവിടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ കുറച്ച് വരികളാണ്. അവിടെ ആരെയാണ് കാത്തിരിക്കുന്നത്? അമ്മ കൃഷ്ണനെ കാത്തിരിക്കുന്ന കഥയാണ് പറയുന്നത്. നമുക്ക് പാഠത്തിലേക്ക് പോകാം. യാത്ര അകലെയുള്ളവയെ അരികിലെത്തിക്കും, അത് കൗതുകം പകരും. എന്നാൽ യാത്രയിൽ കാത്തിരിപ്പിൻ്റെ നോവും നൊമ്പരവുമുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഭാഗത്തിൻ്റെ പേര് അരികെ അകലെ എന്നാണ്. കാത്തിരിപ്പ്. നമുക്ക് കവിതയൊന്ന് ചൊല്ലി നോക്കാം. എൻ മകനെന്തുപോൽ വാരാഞ്ഞു തോഴി, ചൊല്ലിന്നലെ ഇന്നേരം വന്നാനല്ലോ. കാലികൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളു തറച്ചില്ലല്ലീ. കായ്കളെ കൊള്ളുവാൻ പാഴ്മരമേറിട്ടു കാനനം തന്നിലെ വീണാനോതാൻ. ചാലത്തടുത്തു തെളിക്കുന്ന നേരത്തു കാലുകൾ കുത്തിക്കുതർന്നില്ലല്ലീ. കാനനം തന്നിലെ നൽവഴി കാണാഞ്ഞു ദീനമായി നിന്നങ്ങുഴന്നാനോ താൻ. സഞ്ചരിച്ചിടുമ്പോൾ വൻപുലി തന്നാലെ വഞ്ചിതനായോനോ ചൊല്ലുതൊഴി. പിള്ളേരുമായി പിടിച്ചു കളിക്കുമ്പോൾ അല്ലലായി വീണു കിടന്നാനോ താൻ. ചോറെല്ലാം മാറി ചമഞ്ഞു തുടങ്ങുന്നു നീറുന്നിതുള്ളവും പിന്നെ പിന്നെ. എന്താണ് ഈ കവിതയുടെ അർത്ഥം? ശ്രീകൃഷ്ണൻ ഗോകുലത്തിലായിരുന്ന സമയം കൂട്ടുകാരോടൊത്ത് കന്നുകാലികളെ മേയ്ക്കാനായി വനത്തിലേക്ക് പോകാറുണ്ടായിരുന്നു. കാലികളെ മേയിച്ച് തിരികെ എത്താൻ വൈകുന്ന കൃഷ്ണനെ ഓർത്ത് അമ്മ യശോദയ്ക്ക് വല്ലാതെ ഭയമുണ്ടാകുന്നു. അപ്പോൾ മകനെക്കുറിച്ച് പല ചിന്തകളും മനസ്സിൽ കൂടി കടന്നു പോകുന്നു. മകന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാകുമോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. ആ വേദനകൾ യശോദ തൻ്റെ തോഴിയോട് പങ്കുവയ്ക്കുകയാണ് ഈ കവിതയിലൂടെ. യശോദ തോഴിയോട് ചോദിക്കുകയാണ്, എൻ്റെ മകൻ എന്താണ് ഇതുവരെ വരാത്തത്? അവൻ ഇന്നലെ ഈ സമയമായപ്പോൾ തിരികെ എത്തിയതാണല്ലോ, ഇന്ന് ഇത്രയും നേരമായിട്ടും അവനെ കാണുന്നില്ല. കന്നുകാലികളെ കാണാഞ്ഞിട്ട് കാട്ടിൽ അലഞ്ഞു നടക്കുമ്പോൾ കൃഷ്ണൻ്റെ കാലിൽ മുള്ളൊന്നും തറച്ചിട്ടുണ്ടാവില്ലല്ലോ. കായകൾ പറിച്ച് കഴിക്കാൻ വേണ്ടി മരത്തിൽ കയറിയപ്പോൾ അവിടെ നിന്ന് താഴെ വീണിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. കന്നുകാലികൾ എൻ്റെ കുഞ്ഞിനെ ഒന്നും ഉപദ്രവിച്ചിട്ടുണ്ടാവില്ലല്ലോ. കാട്ടിൽ വെച്ച് വഴി തെറ്റിപ്പോയിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. കാട്ടിൽ വെച്ച് പുലിയൊന്നും തൻ്റെ മകനെ ആക്രമിച്ചിട്ടുണ്ടാവില്ലല്ലോ എന്ന് പറയുകയാണ് യശോദ തൻ്റെ തോഴിയോട്. അങ്ങനെ എങ്ങാനും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ഭയം യശോദയുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നു. കൂട്ടുകാരോടൊത്ത് ഓടിക്കളിച്ചപ്പോൾ എവിടെയെങ്കിലും തട്ടി വീണിട്ടുണ്ടാകുമോ എന്നും യശോദ സംശയിക്കുന്നു. കണ്ണന് വേണ്ടി തയ്യാറാക്കി വെച്ച് ചോറും കറികളും ഒക്കെ ആറിത്തണുക്കുന്നു. ഇനിയും അവൻ വരാൻ വൈകുന്നതോറും എൻ്റെ മനസ്സിൽ ആദി കയറുകയാണ് എന്ന് യശോദ പറയുകയാണ് തോഴിയോട്. എന്തേ അവൻ ഇത്ര താമസിക്കുന്നു? അവൻ എന്തുകൊണ്ടാണ് ഇത്രയും വൈകുന്നത്? തൻ്റെ ഉള്ളിലെ ആദി കൂടി വരുന്നു എന്ന് യശോദ തോഴിയോട് പറയുന്നു. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള കവിത. അവിടെ കൊടുത്തിരിക്കുന്ന അർത്ഥങ്ങൾ നോക്കൂ. അല്ലൽ ദുഃഖം, ഉഴലുക ചുറ്റിത്തിരിയുക, കാനനം കാട്, കുത്തിക്കുതിർക കുത്തി മുറിവേൽപ്പിക്കുക, തറച്ചില്ലല്ലീ തറച്ചിട്ടുണ്ടാവില്ല അല്ലേ, തോഴി കൂട്ടുകാരി, ദീനൻ വിഷമിച്ചവൻ, വാരാഞ്ഞ് വരാതിരുന്നു. ഇത്രയും വാക്കുകളുടെ അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചോദ്യങ്ങളൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കവിത താളത്തിൽ ചൊല്ലൂ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള താളത്തിൽ നിങ്ങൾക്ക് ചൊല്ലാം. അടുത്തത്, കാട്ടിലേക്ക് പോയ മകന് എന്തെല്ലാം അപകടങ്ങൾ പറ്റിയിട്ടുണ്ടാകുമെന്നാണ് അമ്മ വേവലാതിപ്പെടുന്നത്.
എന്തൊക്കെയാണ് അമ്മ പറയുന്നത്? അമ്മയുടെ സങ്കടം എങ്ങനെയൊക്കെയാണ് അമ്മ സങ്കടം പറയുന്നത്? കന്നുകാലികളെ കാണാൻ കാട്ടിലൂടെ അവയെ തേടി നടക്കുമ്പോൾ കാലിൽ മുള്ളു തറച്ചിട്ടുണ്ടാകുമോ? കായകൾ പറിക്കാൻ മരത്തിൽ കയറിയപ്പോൾ വീണ് അപകടം പറ്റിയിട്ടുണ്ടാകുമോ? കാട്ടിൽ വഴി കാണാതെ വിഷമിച്ച് ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണോ? അതോ കാട്ടിലൂടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോൾ പുലി പിടിച്ചിട്ടുണ്ടാകുമോ? കന്നുകാലികളെ തെളിച്ചുകൊണ്ടുവരുന്ന സമയത്ത് കന്നുകാലികൾ കുത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ടാകുമോ? അത് കുട്ടികളുടെ കൂടെ ഓടിക്കളിച്ചപ്പോൾ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാകുമോ എന്നൊക്കെ അമ്മ വേവലാതിപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നീറുന്നിതുള്ളവും പിന്നെ പിന്നെ എന്താണ് ഈ വരികളുടെ ആശയം? എന്താണ് അതിൻ്റെ അർത്ഥം? കാലികളെ മേയ്ക്കാൻ കാട്ടിൽ പോയ ശ്രീകൃഷ്ണൻ തിരികെ എത്താൻ വൈകുന്നത് കൊണ്ട് അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന് അമ്മയുടെ മനസ്സ് ഭയപ്പെടുന്നു. മകനെ കാണാത്ത ഒരമ്മയുടെ ഹൃദയവേദനയാണ് ആ വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അമ്മയുടെ ഉള്ളം നീറുന്നു, മകനെ കാണാഞ്ഞ് അമ്മയുടെ ഉള്ളം എന്ന് പറഞ്ഞാൽ ഹൃദയം നീറുന്നു എന്ന് പറഞ്ഞാൽ വേദനിക്കുന്നു. അമ്മയുടെ ഹൃദയവേദനയാണ് നമുക്കവിടെ ആ വരികളിൽ കാണാൻ കഴിയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാരാഞ്ഞ് വന്നാനല്ലോ എന്നിങ്ങനെ ഇന്ന് ഉപയോഗത്തിലില്ലാത്ത എന്തെല്ലാം പദങ്ങൾ ഈ കവിതയിലുണ്ട്? ഇന്ന് അവയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പദങ്ങൾ എന്തൊക്കെയാണ്? വാരാഞ്ഞ് വരാതെ, വന്നാനല്ലോ വന്നുവല്ലോ, കാണാഞ്ഞ് കാണാതെ, ഏറിയിട്ട് കയറിയിട്ട്, ദീനനായി ദുഃഖിതനായി, തോഴി കൂട്ടുകാരി, നൽവഴി നല്ല വഴി, അല്ലലായി ദുഃഖിച്ച്, കിടന്നാനോ താൻ കിടന്നതാണോ അവൻ. ഇതൊക്കെയാണ് ഇപ്പോൾ അധികം പ്രചാരത്തിലില്ലാത്ത വാക്കുകൾ. അപ്പം ഈ കവിതയും ഈ പാഠവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് വായിക്കാൻ ശ്രമിക്കുക. കുറച്ച് കട്ടിയുള്ള വാക്കുകളൊക്കെ അതിലുണ്ട്. നിങ്ങളൊന്ന് വായിക്കാൻ ശ്രമിക്കുക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.